നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഉത്രം വിളക്കോടെ തൃപ്പയാർ തേവരുടെ പൂരം പുറപ്പാട് ചടങ്ങുകൾക്ക് സമാപനമായി. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷുപൂരം തിങ്കളാഴ്ച. കണ്ടശങ്കടവിൽ പുതിയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയുടെ ശിലാസ്ഥാപനം നടന്നു. ഇന്നത്തെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന പൂരച്ചടങ്ങുകൾക്ക് ഉത്രം വിളക്കോടെ സമാപനമായി. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിയ തേവർക്ക് വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് കിഴക്കേക്കരയിൽ സായുധ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. തുടർന്ന് തേവർ പള്ളിയോടത്തിൽ പുഴ കടന്ന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. രാത്രി ഉത്രംവിളക്ക് ആഘോഷം നടന്നു. സേതുകുളത്തിൽ ആറാട്ടിന് മുൻപായി മകീരം പുറപ്പാട് നാളിലെ ചടങ്ങുകൾ ആവർത്തിച്ചു. ക്ഷേത്രം ഊരായ്മക്കാരായ ചേലൂർ, പുന്നപ്പിള്ളി, ജ്ഞാനപ്പിള്ളി മനകളിലെ തിരുമേനിമാർ കുളിച്ച് മണ്ഡപത്തിൽ വന്നിരുന്ന് തേവരെ എഴുന്നള്ളിക്കുന്നതിനുള്ള അനുമതി നൽകി. തുടർന്ന് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച തേവർക്കും ദേവിമാർക്കുമായി പറ നിറയ്ക്കലും ബ്രാഹ്മണിപ്പാട്ടും നടത്തി. സേതുകുളത്തിൽ ആറാട്ടിനായി എഴുന്നള്ളിച്ച തേവർക്ക് 5 ആനകളോടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടപ്പന്തലിൽ പഞ്ചവാദ്യത്തോടെ സ്വീകരണം നൽകി. ആറാട്ടിന് ശേഷം പാണ്ടിമേളം കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് 7 ആനകളോടെ ഉത്രംവിളക്ക് എഴുന്നള്ളിപ്പും നടന്നു. പാചകവാതക വില വർധനവിനെതിരെ KSKTU വാടനപ്പള്ളി തൃത്തല്ലൂർ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടനപ്പള്ളി സെന്ററിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. ഏരിയ ജോയിന്റ് കൺവീനർ KC സുധ ഉദ്ഘാടനം ചെയ്തു. വാടനപ്പള്ളി വനിതാ കൺവീനർ കാഞ്ചന രാജു അധ്യക്ഷയായി. ബീന ഷെല്ലി, ഷൈന മുഹമ്മദ്, VA ഷാജുദ്ദീൻ, സുരേഷ് മഠത്തിൽ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ 105ാമത് വിഷുപൂര മഹോത്സവം ഈ മാസം 14-ന് വിപുലമായി ആഘോഷിക്കുമെന്ന് ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ട്രഷറർ വേണുഗോപാൽ ചേർത്തെടുത്ത്, സ്കൂൾ മാനേജർ CS പ്രദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവ ചടങ്ങുകൾ കൊടിയേറ്റത്തോടെ ആരംഭിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി 11-ന് രാത്രി 7-ന് കൈകൊട്ടിക്കളി, തുടർന്ന് തിരുവാതിര, 12-നും 13-നും രാത്രി 7-ന് നൃത്തനൃത്യങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട്. പൂരമഹോത്സവത്തിൽ 11 കരകളിൽ നിന്നായി 11 ആനകൾ അണിനിരക്കും. തെയ്യം, നാദസ്വരം തുടങ്ങി വാദ്യമേളങ്ങളോടെയായിരിക്കും പൂരം വരവ് നടക്കുക. വൈകിട്ട് 6 മുതൽ രാത്രി 8:30 വരെയും പുലർച്ചെ 4:30 മുതൽ 6:30 വരെയുമാണ് കൂട്ടിയെഴുന്നള്ളിപ്പ്. മണലൂർ കിഴക്കുമുറിയുടെ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന ആന തിടമ്പേറ്റും.
പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ 101 വാദ്യമേള കലാകാരന്മാർ അണിനിരക്കുന്ന ത്രസിപ്പിക്കുന്ന പാണ്ടിമേളം വിസ്മയം തീർക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തിന് വരുന്നവർക്കായി 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയതായും ഭാരവാഹികൾ പറഞ്ഞു. ശ്രീ ചിദംബര ക്ഷേത്രം 105ാമത് വിഷുപ്പൂര മഹോത്സവം ഏപ്രിൽ 14-15 തീയതികളിലായിട്ട് നമ്മൾ നടത്തപ്പെടുന്നതാണ്. 11 കരകളിൽ നിന്നും ആനയും അതിൻ്റെ കൂടെ താളമേളങ്ങളായിട്ടാണ് പങ്കെടുക്കുക. വൈകിട്ട് 6:30 കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ച് 8:30 പൂരം അവസാനിക്കുന്നതാണ്. കണ്ടശങ്കടവ് പുതിയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളി ശിലാസ്ഥാപനം നടന്നു. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയുടെ കീഴിൽ കണ്ടശങ്കടവ് ദൈവകരുണയുടെ പുതിയ ദേവാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം കോട്ടപ്പുറം രൂപത ബിഷപ്പ് മോൺസിഞ്ഞോർ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ നിർവഹിച്ചു. കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ, ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ, പ്രൊക്യുറേറ്റർ ഫാദർ ജോബി കാട്ടാശ്ശേരി, തൃശൂർ തിരുഹൃദയ ലത്തീൻ ദേവാലയ റെക്ടർ ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ, സഹവികാരിമാരായ ഫാദർ മിഥിൻ ടൈറ്റസ്, ഫാദർ അനീഷ് ജോസഫ്, ഫാദർ ബെൻസൺ, ഫാദർ സേവ്യർ, OSJ കണ്ടശങ്കടവ് സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ റാഫേൽ ആക്കമറ്റത്തിൽ, സെന്റ് ജോസഫ് കോൺവെന്റ് സിസ്റ്റേഴ്സ് പാരിസ് കൗൺസിൽ, കേന്ദ്രസമിതി, മതാധ്യാപകർ, വിവിധ സംഘടനാംഗങ്ങൾ, കണ്ടശങ്കടവ് സെന്റ് ജോസഫ് കുടുംബ യൂണിറ്റ് അംഗങ്ങൾ, വിശ്വാസികൾ, പ്രദേശവാസികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 25 വർഷമായിട്ടുണ്ട് നമ്മളിവിടെ സ്ഥലമൊക്കെ വാങ്ങിയിട്ട്. ഇങ്ങനെ ഒരു ചെറിയ സംരംഭമായിട്ടെങ്കിലും തുടങ്ങണമെന്നുള്ള ആഗ്രഹം അരിക്കശ്ശേരി പിതാവ് വളരെ സന്തോഷത്തോടെ ഇന്ന് ഞാൻ പിതാവിനെ കണ്ടപ്പോൾ പിതാവ് പറഞ്ഞു, വളരെ വേഗം അത് ചെയ്യണം, എന്നിട്ട് ഇവിടെയൊക്കെ മനോഹരമാക്കണം, നല്ല ഇടമാണ്, നല്ല ഏരിയയാണ്, പുഴയുടെ ആ ഭാഗമൊക്കെ തന്നെ ഭംഗിയാക്കണം എന്നൊക്കെയാണ് പിതാവ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അഭിനന്ദ പിതാവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പിന്നെ പണ്ടത്തെ എപ്പിസ്കോപ്പൽ വികാരിയായിരുന്ന മോൺസിഞ്ഞോർ റോക്കി റോബിയുടെയും അതുപോലെ രണ്ടച്ഛന്മാർ, 2 പേരും അച്ഛന്മാരായിരുന്നു നമ്മുടെ ഷാബച്ചനും ജോബിച്ചനൊക്കെ. അപ്പം എല്ലാവർക്കും തന്നെ വാങ്ങിച്ചത് പാടശ്ശേരിച്ചന്, പ്രത്യേകമായിട്ട് പാടശ്ശേരിച്ചന് നമുക്ക് ഓർക്കാം. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടി നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മളുടെ ഒരു വൈകാരികമായ നമ്മളുടെ തന്നെ ആരാധനയിലേക്ക് വരാനൊക്കെ തോന്നുമ്പോൾ നമുക്ക് അതിനു വേണ്ടി കൂടിയാണ് ഒരുമിച്ച് കൂടാനായിട്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ നമുക്കറിയാം അച്ഛൻ്റെ റാഫേലച്ഛൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ നമ്മൾ ധന്യരായിരിക്കുകയാണ്. കാരണം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അച്ഛൻ കൂടെ ഉണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അച്ഛനെയും ഇനിയോട് ഓർക്കും. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിനല്ലേ? ബോർഡ് എക്സാം ഇങ്ങെടുത്തൂലോ? ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാന്നേ. പിന്നെ എന്തിനു ടെൻഷൻ? പിന്നെ വെക്കേഷനൊക്കെ അല്ലേ? ഇവിടെ പഠനം മാത്രമല്ല, ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു. അക്കിലോല പൂവൻ കുത്തി കണ്ണീലോല ക്ലിം അത്തിപ്പഴം കൊത്തി തിന്നു തത്തമ്മ. ഓ അപ്പൊ സി എന്താണത്? ഇത് എൻട്രൻസ് മോഡൽ എക്സാം അല്ലേ? ഇതൊന്നും അൾട്ടിമേറ്റ്ലി വർക്ക് ആവില്ലട്ടാ. ഞാനൊരു ടെക്ക് പറയാം, ഇത് നോക്ക് നീ. Tom and Jerry, you don't worry, I will put you in the curry. ശല്യം ചെയ്യണ്ടിരിക്കോ? രണ്ടും കൂടെ എന്റെ കോൺസെൻട്രേഷൻ കളയും. നോക്കട്ടെ നിന്റെ കോൺസെൻട്രേഷൻ. ഇതെന്തുട്ട് നോക്കിയപ്പോ ഉള്ള പാമ്പ്. എടാ, ഈ കറക്കിക്കുത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ട്യൂഷൻ പോണതിനൊപ്പം അക്കാഡമി സൺഡേ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിയറിയും എൻട്രൻസും ഒന്നിച്ച് സെറ്റാക്കാം. പിന്നെ ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് കൂടെ ചെയ്താൽ സംഭവം സെറ്റ്.
അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. വാർത്തകൾ തുടരുന്നു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല വോളിബോൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. ദേശീയ വോളിബോൾ താരവും കൊച്ചിൻ കസ്റ്റംസ് സൂപ്രണ്ടുമായ ആദർശ് ഹരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, പ്രധാനാധ്യാപകൻ KS കിരൺ, പ്രിൻസിപ്പാൾ PK ശ്രീജിഷ്, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, ഡെപ്യൂട്ടി HM KS ബിന്ദു, കായികാധ്യാപകരായ TN സിജിൽ, മുഹമ്മദ് സുഹൈൽ, അധ്യാപകരായ KR ഗിരീഷ്, S പ്രമോദ്, PTA അംഗം നാസിമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സ്പോർട്സ് കാലഘട്ടം, ഒരു വോളിബോൾ പ്ലെയർ എന്നുള്ളൊരു കാലഘട്ടം ആരംഭിക്കുന്നത് തന്നെ ഏകദേശം ഒരു സ്കൂൾ തലത്തിൽ ഇവിടെ എൻ്റെ എന്താ സ്റ്റാർട്ടിങ് സ്റ്റേജിലുണ്ടായിരുന്ന എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ജിഷാദ്, സിയാദ്, അങ്ങനെ കുറച്ച് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സ്പോർട്സ് കാലഘട്ടം തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അന്ന് എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് ഇവിടെ വന്ന് കളിച്ചു. കളിയുടെ അത് മറ്റ് എന്നേക്കാൾ നല്ല കളിക്കുന്ന കുട്ടികളെ കണ്ട് പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിച്ചൊരു ഗ്രൗണ്ട് കൂടിയായിരുന്നു. അതുപോലെ തന്നെ നല്ല പാരമ്പര്യമുള്ള ഒരു അധ്യാപകനും ഒരു പാരമ്പര്യമുള്ള ഒരു സ്കൂളുമാണ്. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലും എനിക്ക് തോന്നുന്നു മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ വളരെയധികം സപ്പോർട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ഉള്ളൊരു വർഷങ്ങളായിട്ടത് പിന്തുടർന്ന് പോകുന്നത് മാനേജ്മെൻറ്റ് സപ്പോർട്ട് കൂടിയാണെന്നുള്ളത് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ മതിലകത്ത് മയക്കുമരുന്നുമായി ഒരാൾ പിടിയിലായി. പടിയൂർ മുഞ്ഞനാട് സ്വദേശി മലയാമ്പള്ളം വീട്ടിൽ മുഹമ്മദ് ബഷീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ നിന്നും 2.58 ഗ്രാം MDMA പിടികൂടി. മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ലഭിച്ചതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീം, മതിലകം പോലീസ് സ്റ്റേഷൻ സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. ബഷീർ സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിളിനെ പോലീസ് പിന്തുടർന്ന് തടയുകയും തുടർന്ന് നടത്തിയ ദേഹപരിശോധനയിൽ ജീൻസ് പാൻസിന്റെ പോക്കറ്റിൽ നിന്നാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ 2.58 ഗ്രാം MDMA കണ്ടെടുത്തത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ, പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ അനു ജോസ്, ASI പ്രജീഷ്, സിവിൽ പോലീസ് ഓഫീസർ അജീഷ്, തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ പ്രദീപ്, ASI ലിജു, സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു, നിശാന്ത് എന്നിവർ ചേർന്നാണ് ബഷീറിനെ പിടികൂടിയത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ 2ാം ഘട്ട ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന് ജില്ലയിൽ തുടക്കമായി. മത്സ്യസമ്പത്തിന്റെ വികസനവും തീരസംരക്ഷണവും ലക്ഷ്യമിട്ട് കടലും കടൽ തീരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതാണ് പദ്ധതി. ജില്ലയിൽ 54 കിലോമീറ്റർ ദൈർഘ്യമുള്ള അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള തീരപ്രദേശത്തെ തെരഞ്ഞെടുത്ത 51 ആക്ഷൻ പോയിന്റുകളിലാണ് ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടപ്പാക്കിയത്. മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രവർത്തകർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ശുചിത്വ മിഷൻ, ക്ലീൻ കേരള കമ്പനി, സാഫ്, വിവിധ സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, യുവജന സംഘടനകൾ തുടങ്ങിയ ജനവിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് യജ്ഞം പൂർത്തീകരിച്ചത്. മതിലകം പൊക്ലായി ബീച്ചിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം E.T. ടൈസൺ MLA നിർവഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കമ്മീഷണർ H. സലീം, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, മതിലകം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഉഫൂർ, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ RK ബേബി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, KS ജയ, റീജിയണൽ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ PS ശിവപ്രസാദ്, മതിലകം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാംദാസ് KS, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സിന്ധു JS, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ
PD ലിസി എന്നിവർ സംസാരിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD നേടിയ TD അശ്വിനി, നാഷണൽ റോളർ സ്കേറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച CS അമയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കടൽ തീരം മാത്രം പോരാ, ആ കടലിനുള്ളിലേക്കുള്ള നമ്മുടെ വലിച്ചെറിയലും അതിന് പഴയ പോലെ നോക്കണം ഒക്കെ ഒന്ന് മാറ്റി ഏറ്റവും നന്നായി സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിന് ഈ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നു എന്നുള്ള സന്തോഷം ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അല്ലാതെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടെ ചേർന്നിട്ടും ഇടയ്ക്ക് നടത്താറുണ്ട്. എന്തായാലും ഈ ഒരു ക്ലീനിങ് ഡ്രൈവിലൂടെ നമ്മുടെ ഒരു ജില്ലേൻ്റെ കോസ്റ്റൽ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലീൻ ആയിട്ട് മാറട്ടെ. അതിൻ്റെ കൂടെ തന്നെ വരും ദിവസങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നടപടികളും കൂടെ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് നടത്തേണ്ടതാണ്. എഴുതിയ കഥ സിനിമയാക്കാനുള്ള പണം കണ്ടെത്താൻ ഒറ്റയാൾ നാടകവുമായി സംവിധായകൻ അന്തിക്കാട് റഷീദ് തെരുവിലേക്കിറങ്ങി. നല്ലൊരു സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കാൻ 16 വർഷമായി കഥ എഴുതി കാത്തിരിക്കുകയാണ് റഷീദ്. സിനിമ നിർമ്മിക്കാൻ പല നിർമ്മാതാക്കളെയും സമീപിച്ചെങ്കിലും പടം നിർമ്മിക്കാൻ ആരും തയ്യാറായില്ല. ദീർഘകാലത്തെ സ്വപ്നമായിരുന്നു എഴുതിയ കഥയിൽ സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കുക എന്നത്. സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ലക്ഷ്യത്തിലാണ് സിനിമ നിർമ്മിക്കാൻ പണം കണ്ടെത്താൻ ഒറ്റയാൾ തെരുവ് നാടകവുമായി ഇറങ്ങുന്നതെന്ന് റഷീദ് പറയുന്നു. കഴിഞ്ഞ ദിവസം വാടനപ്പള്ളി തൃത്തല്ലൂർ മേഖലയിൽ തെരുവ് നാടകം അവതരിപ്പിച്ചു. 8ഓളം ദൃശ്യാവിഷ്കരണത്തിലാണ് നാടകം അവതരിപ്പിച്ചത്. തിരുവനന്തപുരം മുതൽ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലെയും വിവിധ കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിക്കും. ചുരുങ്ങിയത് 18 ലക്ഷം രൂപയാണ് സിനിമയുടെ നിർമ്മാണ ചെലവ് വരിക. കൂപ്പണിലൂടെയാണ് പണം സ്വരൂപിക്കുക. ദിവസം 20ഓളം കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിക്കും. 3 മാസം കൊണ്ട് പണം സ്വരൂപിച്ച് ജനകീയ സിനിമ പുറത്തിറക്കാനാണ് തീരുമാനം. ഒറ്റയാൾ തെരുവ് നാടകം ഇന്ന് വാടാനപ്പള്ളി അമ്പലനടയിൽ നമ്മൾ അവതരിപ്പിച്ചു. ഏപ്രിൽ 6-ാം തീയതി തൃശ്ശൂർ EMS സ്ക്വയറിൽ നിന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ K. രാജൻ സാർ ഉദ്ഘാടനം ചെയ്ത് യാത്ര അയച്ച ഈ തെരുവ് നാടകം നമ്മൾ ആദ്യമായിട്ട് കളിച്ചത് അഴീക്കോട് ജെട്ടിയിലായിരുന്നു. അതിനുശേഷം പല സ്ഥലങ്ങളിലുമായിട്ട് അവതരിപ്പിച്ചു. ഇന്നത്തോടുകൂടി നമ്മൾ തെരുവ് നാടക യാത്ര ഇവിടെ വെച്ച് ഒരു 10 ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം 10 ദിവസം തെരുവ് നാടകവുമായി യാത്ര ചെയ്യുന്നു. 10 ദിവസം ഞാൻ എൻ്റെ ജീവിത മാർഗത്തിലേക്ക് മാറേണ്ടതുള്ളത് കൊണ്ട് ഇന്ന് നിർത്തി. ഇനി 21-ാം തീയതിയാണ് അടുത്തൊരു വിഷുവും മറ്റുള്ള കാര്യങ്ങളും. അതിലൂടെ എൻ്റെ ബിസിനസ് കച്ചവടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ് എൻ്റെ ജീവിതമാർഗ്ഗമൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത തെരുവ് നാടകം ഇവിടുന്ന് തൃത്തല്ലൂരിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന 21-ാം തീയതി ആയിരിക്കും. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടും സഹായം എല്ലാവരിലേക്കും ഈ ഒരു സന്ദേശം എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സിനിമ കളിച്ചു കിട്ടുന്ന ലാഭവിഹിതം കൊണ്ട് 3 അനാഥരായ മക്കളുടെ വിവാഹം നടത്തിക്കൊടുക്കാനാണ് ആഗ്രഹം. ഇക്കഴിഞ്ഞ 6-ന് തൃശ്ശൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി K. രാജനാണ് തെരുവ് നാടകം ഉദ്ഘാടനം ചെയ്തത്. ഒരു ഇടവേള കൂടി. തൃപ്രയാർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങൾ ഇപ്പോൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഈ ആഘോഷവേളയിൽ 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ പട്ടുസാരി സമ്മാനമായി നേടാം. കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ. ഡയമണ്ടിനും 18 കാരറ്റിന്റെ ട്രെൻഡി കളക്ഷൻസിനും പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 5 പവൻ മുതൽ തുടങ്ങുന്ന കല്യാണ സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, തൃപ്രയാർ ജംഗ്ഷൻ. ഈ ഫെസ്റ്റിവൽ സീസണിൽ 2 കാര്യം. ഒന്ന്, എമ്പുരാൻ കാണണം. കൂടാതെ വാടാനപ്പള്ളി സുധാ സിൽക്സിൽ നിന്നും വിലക്കുറവിൽ വാങ്ങണം. അറിഞ്ഞില്ലേ? വാടാനപ്പള്ളി സുധാസിൽ റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് അടിപൊളി ഫെസ്റ്റിവൽ മെഗാ സെയിൽ. മാനുഫാക്ചേഴ്സിൽ നിന്നും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയാം. വിചിത്ര സിൽക്ക് സ്റ്റോൺ വർക്ക് സാരി 199 രൂപ മുതൽ. സെറ്റ് സാരി സെറ്റുമുണ്ട് 299 രൂപ മുതൽ. ലേഡീസ് കുർത്തികൾ 199 രൂപ മുതൽ 2000 രൂപ വരെ. കോട്ടൺ ചുരിദാറുകൾ 599 രൂപ മുതൽ. പാർട്ടി വെയർ ചുരിദാറുകൾ 899 രൂപ മുതൽ 3000 രൂപ വരെ. 399 രൂപ മുതൽ 3000 രൂപ വരെയുള്ള ചുരിദാർ മെറ്റീരിയലുകൾ. കോട്ടൺ നൈറ്റുകൾ 149 രൂപ മുതൽ. ഗേൾസ് ഫ്രോക്കുകൾ 299 രൂപ മുതൽ. ടീനേജേഴ്സിനായി 20 ക്രോപ്പ് ടോപ്പുകളും ബാഗി പാന്റുകളും. മെൻസ് 20 ടീഷർട്ടുകളുടെയും ബ്രാൻഡ് ഷർട്ടുകളുടെയും ജീൻസുകളുടെയും അതിവിപുലമായ സെക്ഷൻ. അനുഭവിച്ചറിയും യഥാർത്ഥ വിലക്കുറവും ഗുണമേന്മയും. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. സുധാ സിൽക്സ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26-ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി,
ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് ഹൈസ്കൂളിൽ അവധിക്കാല പരിശീലന ക്യാമ്പിൽ കായിക താരങ്ങൾക്കായി വിഷുക്കണിയൊരുക്കി. പ്രധാനാധ്യാപിക VR ഷില്ലി വിഷു കൈനീട്ടം നൽകി. അന്തിക്കാട് ASI അബ്ദുൽ നാസർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജീഷ് മാധവൻ അധ്യക്ഷനായി. ക്രിക്കറ്റ് നിരീക്ഷകനും BCCI അമ്പയറിംഗ് പാനൽ മെമ്പറും ലൂങ്സ് ക്രിക്കറ്റ് അക്കാദമി CEO കൂടിയായ ടോണി ഇമ്മട്ടി കായിക താരങ്ങൾക്ക് വിഷു കൈനീട്ടം നൽകി. PTA വൈസ് പ്രസിഡന്റ് NT ഷജിൽ, CM ഹരി എന്നിവർ സംസാരിച്ചു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ അവധിക്കാല പരിശീലനം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കണം. നിങ്ങളുടെ ഡിസിപ്ലിൻ ആയാലും നിങ്ങളുടെ ഫിറ്റ്നസ് ആണെങ്കിലും നിങ്ങളുടെ ബോഡി ഷേപ്പ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ ബാക്കി വരാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർക്കും കൂടി ഇതിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നത് വിരാട് കോഹ്ലിയിൽ നിന്നോ അല്ലെങ്കിൽ രോഹിത് ശർമ്മയിൽ നിന്നോ അല്ലെങ്കിൽ ബാക്കി മെസ്സിയിൽ നിന്നോ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷനാണ്. ഇപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഏജിലുള്ള അല്ലെങ്കിൽ എൻ്റെ ഒപ്പം കളിച്ച് വളർന്നിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ച് വളർന്നിട്ടുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സിനൊക്കെ അതൊരു മോട്ടിവേഷനായിട്ട് മാറും എന്ന് എനിക്ക് തോന്നുമ്പോൾ എനിക്കതൊരു സുഖമാണ്, എനിക്കതൊരു പാഷൻ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെയായിരിക്കണം നിങ്ങളുടെ ഓരോ കാര്യങ്ങളും. ക്രൂഡ് ഓയിൽ ഏറ്റവും വില കുറഞ്ഞിട്ടും പാചക ഗ്യാസിന് വില വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നും നിർത്തലാക്കിയ ഗ്യാസ് സബ്സിഡി പുനരാരംഭിക്കണമെന്നും പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സമയത്ത്
പാചകവാതക വില കൂട്ടി സാധാരണക്കാരെ വെല്ലുവിളിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം യോഗം രേഖപ്പെടുത്തി. പുറത്തൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ ചേർന്ന യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് പഴുവിൽ ഫൊറോന പ്രസിഡന്റും ഗ്ലോബൽ യൂത്ത് കൗൺസിൽ കോർഡിനേറ്ററുമായ ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. ഫൊറോന പ്രൊമോട്ടർ റവറൻ ഫാദർ ജോയ് മുരിങ്ങാത്തേരി, ഫൊറോന സെക്രട്ടറി ഓസ്റ്റിൻ പോൾ, ഭാരവാഹികളായ പൈലി ആന്റണി, ജോസഫ് ബിജു, മെജി തോമസ്, ജെസ്സി വർഗീസ്, ജോബി ജോസ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ മിഷൻ തൃശൂർ ജില്ലാ കുടുംബശ്രീ താന്യം CDSന്റെ നേതൃത്വത്തിൽ വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 11 മുതൽ 13 വരെ വിഷു വിപണനമേള നാനോ മാർക്കറ്റിൽ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ സുജിത നിരേഷ് അധ്യക്ഷനായി. മെമ്പർമാരായ ആൻഡോ തുറയൻ, ശ്രീകല സന്തോഷ്, ഉപജീവന സമിതി കൺവീനർ സരിത രാധീബ്, സുജിത ജോഷി എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ ക്ഷേത്രത്തിലെ ഉത്രം വിളക്കിനോടനുബന്ധിച്ച് തൃപ്പയാർ ക്ഷേത്രനടയിൽ ഏങ്ങൂർ വിജയൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി ഭക്ഷണ വിതരണം നടന്നു. ക്ഷേത്ര പരിസരത്ത് നടന്ന ഭക്ഷണ വിതരണം ഭാനു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഹരിലാൽ ഏങ്ങൂർ, സീന അനിൽകുമാർ, രഘുത്തമൻ വലിയപുരയ്ക്കൽ, സലിൽരാജ് കുറുവത്ത്, ശ്രീരാമ ഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലയ്ക്കൽ, ജോത്സ്യൻ വിജയകുമാർ മേനോൻ, ലക്ഷ്മി സന്തോഷ്, വാർഡ് മെമ്പർ CS മണികണ്ഠൻ, രാജേഷ് നെടുവറമ്പിൽ, ധനേഷ് നെടുവറമ്പിൽ, രമേഷ് തയ്യിൽ, ദിലീപ് അരയമ്പറമ്പിൽ, ബിനു ദിവാസ്, പടിപ്പുരയ്ക്കൽ ഉണ്ണിമേനോൻ, ഡോക്ടർ ഷീല, കുലൻ തണ്ടയാമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് തൃപ്പയാർ ടെമ്പിൾ സിറ്റിയിൽ ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പിലയുടെ ക്ലബ്ബ് സന്ദർശനവും ചാർട്ടർ ഡേ ആഘോഷവും നടത്തി. ക്ലബിന്റെ സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും പുതിയ മെമ്പർമാരുടെ ഇൻഡക്ഷനും അദ്ദേഹം നിർവഹിച്ചു. തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് RIM സക്കറിയ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ്, സോൺ ചെയർപേഴ്സൺ വ്യാസ ബാബു, പാലിയേറ്റീവ് കെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ KM അഷ്റഫ്, ക്യാബിനറ്റ് ട്രഷറർ അഡ്വക്കേറ്റ് ജെറോം മഞ്ഞില, വേണുഗോപാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായ MA നസീർ, വിൽസൺ പോൾ എലിഞ്ഞിക്കൽ, AA ആന്റണി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സെക്രട്ടറി ഷാജി ചാലിശ്ശേരി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ജോസ് താടിക്കാരൻ, കൺവീനർ കാർത്തികേയൻ കുന്നുങ്ങൽ, സൂരജ് വേളയിൽ, സീമ സക്കറിയ, ഷൈനി സജിത്ത്, EP തോമസ്, ANG ജെയ്ക്കോ, റാഫി MCM എന്നിവർ നേതൃത്വം നൽകി. നിമിഷങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഉപയോഗിക്കാറില്ല. നമുക്ക് ഈ സംഘടന നൽകുന്നത് തിരിച്ചു കിട്ടില്ല എന്ന വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ഒരു സേവനം. ആ സേവനത്തിൽ മാത്രമാണ് ഈശ്വരനെ ജനിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ സംഘടന നമുക്ക് അവസരം കൊടുക്കുന്നുണ്ട്. സേവനം ചെയ്യൽ മാത്രമാണ് ഈ സംഘടന ഉദ്ദേശം. അപ്പോൾ അതിൽ ഗംഭീരമായിട്ട് പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ ക്ലബ്ബുകാർക്കും അതുണ്ടായിട്ടുണ്ടാവും. ഞാൻ തോന്നുന്നു എനിക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ ഓർഫനേജുകളും അനാഥശാലകളും വിഷു ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായി തൃപ്പയാർ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വമ്പൻ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾ 3% മുതൽ പണിക്കൂലിയിൽ ലഭ്യമാണ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ അല്ലെങ്കിൽ 2 ലക്ഷത്തിന് പ്രഷ്യസ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾക്ക് സ്വർണ്ണ നാണയം കൈനീട്ടമായി നൽകുന്നുണ്ട്. എല്ലാ പർച്ചേസുകൾക്കും ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നുണ്ട്. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഈ മാസം 13-ന് ഞായറാഴ്ച ബോബി ചുമണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ തൃപ്പയാർ ഷോറൂം തുറന്ന് പ്രവർത്തിക്കുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഉത്രം വിളക്കോടെ തൃപ്പയാർ തേവരുടെ പൂരം പുറപ്പാട് ചടങ്ങുകൾക്ക് സമാപനമായി. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷുപൂരം തിങ്കളാഴ്ച. കണ്ടശങ്കടവിൽ പുതിയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയുടെ ശിലാസ്ഥാപനം നടന്നു.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.